ചോദിക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ, നമുക്ക് സന്തോഷത്തോടെ അർജുൻ ജീവനോടെ മടങ്ങി വരുന്നു എന്ന വാർത്ത പറയാൻ തന്നെയായിരുന്നു ആഗ്രഹം. ദൗർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും അർജുൻ്റെ വീട് ഈ ദിവസങ്ങൾ എന്തായാലും ഇവർ സമാധാനത്തോടെ ഉറങ്ങിയ ഒറ്റ രാത്രി ഉണ്ടാവില്ലല്ലോ. ഈ വാർത്തയും അവർക്ക് നൽകുന്ന സമാധാനവും ശാന്തിയും ഒന്നും ആവില്ല. എങ്കിൽ കൂടിയും വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്ന ഒരു ശാന്തത വരും ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഗോപികൃഷ്ണൻ, ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ 72 ദിവസവും അർജുന്റെ കുടുംബാംഗങ്ങൾ അവർ താമസിക്കുന്ന വീടാണിത്. അവർ ഉറങ്ങിയിട്ടില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു തരത്തിലും അവർക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത ദിനങ്ങളായിരുന്നു ഈ കടന്നുപോയതൊക്കെ. കാരണം അർജുൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി നമ്മുടെ മുന്നിൽ ഈ ദിവസങ്ങളൊക്കെ കടന്നു പോവുകയായിരുന്നു. എല്ലാ വിധത്തിലുള്ള തെരച്ചിലുകളും നടത്തി. പക്ഷേ അർജുനെ കുറിച്ചോ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിനോ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കണ്ടെത്താൻ കഴിയാതെ പോയ ദിവസങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആകെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചോദ്യത്തിന് ഒരു ഉത്തരമായിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ആ ട്രക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ, അതിൽ ഇനി കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും അത് കുടുംബാംഗങ്ങൾക്ക് വിട്ടുകിട്ടുക. നമുക്ക് ഇവിടെ എല്ലാ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ അർജുന്റെ വീട്ടിന്റെ മുൻവശത്ത് നിന്ന് കുറച്ച് അകലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അർജുന്റെ അമ്മയും ഭാര്യയും ഒക്കെ ഈ തൊട്ട് അരികിലുള്ള ഈ നമ്മൾ കാണുന്ന ഈ ജനവാതിലിന് തൊട്ടപ്പുറത്താണ് അവർ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഇവിടെ മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് മാറിയിരിക്കും. നമ്മളും ഒരു അല്പസമയത്തിനകം ആ ഭാഗത്തേക്ക് മാറാൻ പോവുകയാണ്. ഞാൻ മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ അർജുന്റെ കുടുംബാംഗങ്ങളുള്ളൂ. നമുക്കത് സ്വാഭാവികമാണ്, നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാമറയൊന്നും ഇല്ലാതെ ഞാൻ അകത്ത് പോവുകയും അർജുന്റെ ബന്ധുക്കളുമായി സംസാരിക്കുകയും ചെയ്തു. ഹാഷ്മി, അവർ പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ വിവരങ്ങളൊന്നും തന്നെ അവർക്ക് കിട്ടിയിട്ടില്ല. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പാണ് ജിതിൻ ചില വിവരങ്ങൾ അവർക്ക് കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ അവർ ജിതിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ബന്ധുക്കളെല്ലാം, അർജുന്റെ ബന്ധുക്കൾ ജിതിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ജിതിനെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിവരം പ്രധാനമായും സ്വാഭാവികമായും ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. ഒരു പക്ഷേ ചിലപ്പോൾ DNA പരിശോധന വേണ്ടിവരും എന്ന കാര്യത്തിൽ അവർക്കൊരു വ്യക്തത ഇപ്പോഴും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ DNA പരിശോധന നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോഴും അവർക്കൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. അവിടെ ഈ കേരളത്തിൽ നിന്ന് ഇപ്പോൾ അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നത് MK രാഘവൻ MP ആണ് എന്നാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമായിരിക്കും അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർച്ചപ്പെടുത്തിയ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതായാലും അവർ കാത്തിരിക്കുന്നത് ഷിരൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയാണ്. അർജുന്റെ ഭാര്യയും സഹോദരിമാരും സഹോദരനുമൊക്കെ ഇപ്പോൾ ഇവിടെ സഹോദരിമാരെല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ ഷിരൂരിലുള്ളത് അർജുന്റെ അളിയൻ ജിതിൻ, അതായത് സൗമ്യയുടെ ഭർത്താവ് ജിതിനും, അഞ്ജുവിന്റെ ഭർത്താവ് ജിതിനും, മാത്രമല്ല അവരുടെ ഒരു ബന്ധു അവിടെയുണ്ട്, പിന്നെ സഹോദരൻ അഭിജിത്തും. ഇങ്ങനെ 3 പേരാണ് ഇപ്പോൾ ഷിരൂരിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അവരാരും തന്നെ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കാണാനോ സംസാരിക്കാനോ ഒന്നുമുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. നമുക്കറിയാം അർജുന്റെ അച്ഛന് നേരത്തെ തന്നെ ഒരു അപകടം പറ്റി ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വേദന അല്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അകത്തെ മുറിയിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് കിടപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അർജുന്റെ അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ അകത്തെ മുറികളിലുണ്ട്. അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ വലിയ ദുഃഖത്തിലാണ് ഇപ്പോൾ അവരുള്ളത്. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അവരെ അലട്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ആശയക്കുഴപ്പവും ആശങ്കയുമായിരുന്നു. കാരണം അർജുനെ കുറിച്ച് ഒരു വിവരവും കിട്ടാതിരിക്കുകയും അർജുൻ എന്ത് സംഭവിച്ചു, കാരണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന തീ എന്തായിരിക്കും, അത് എത്ര തീവ്രതയുള്ളതായിരിക്കും എന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതാണ്. ഇപ്പോൾ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു ശാന്തത ഈ വീട്ടിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അതിന് ഒരൊറ്റ കാരണം, ഇതുവരെ അവരെ അലട്ടിയിരുന്ന ഈ 72 ദിവസമായി ഈ കുടുംബാംഗങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്ന, അവരുടെ മനസ്സിൽ വേദന നിറച്ചിരുന്ന ആ ചോദ്യത്തിന് ഒരു ഉത്തരമായിരിക്കുന്നു എന്നതാണ്. അർജുനെ കുറിച്ച് നാട്ടുകാർക്ക് എപ്പോഴും പറയാനുള്ളത് ഈ കുടുംബത്തിന്റെ അത്താണി എന്നാണ്. 20 വയസ്സ് മുതൽ ഈ ട്രക്ക് ഓടിച്ചു തുടങ്ങുന്ന, അല്ലെങ്കിൽ വളയം പിടിച്ചു തുടങ്ങിയതാണ്.
ആളാണ് അർജുൻ. ഈ കുടുംബത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള, അതായത് സഹോദരിയുടെ വിവാഹം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന ചെറുപ്പക്കാരനായിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെ നാട്ടുകാരോടൊക്കെ അർജുനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ആ ഒരു ഒറ്റവാചകത്തിൽ അവർ പറയുന്നത് ആ കുടുംബത്തിന്റെ അത്താണി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അർജുന്റെ അച്ഛന് നേരത്തെ ഒരു അപകടം സംഭവിച്ചതാണ്. അതിനുശേഷം അദ്ദേഹം മറ്റു ചില ജോലികളൊക്കെ ചെയ്താണ് കുടുംബത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 20-ാം വയസ്സിൽ ഈ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായി ആ കുടുംബത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ആ കുടുംബത്തിനെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുടുംബത്തെ കരകയറ്റിയത് അർജുൻ എന്ന ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് അർജുനെ കുറിച്ചുള്ള അധികം സംസാരിക്കാത്ത മിതഭാഷയായ അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കിയിരുന്ന കഠിനാധ്വാനിയായ അർജുനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് ആ കുടുംബത്തിന്റെ അത്താണിയായ ചെറുപ്പക്കാരൻ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുന്റെ ഈ വിയോഗത്തോടു കൂടി ആ കുടുംബം ആ നിലയ്ക്ക് അനാഥമാക്കപ്പെട്ടു എന്നാണ് ലോറി ഉടമ പറയുകയായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 10-70 ദിവസമായി അർജുൻ എവിടെ എന്ന ചോദ്യമാണ് മുഴുവൻ ആളുകളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അർജുനെ കാണാതായി കണ്ടെത്താൻ കഴിയാതെ ഒരു കുടുംബം ഇങ്ങനെ ജീവിക്കുക, ഭാര്യയും ഒരു കുഞ്ഞും അച്ഛൻ അമ്മ സഹോദരങ്ങളൊക്കെ ജീവിക്കുക. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരു നേരിയ ആശ്വാസം, ഒരു ചെറിയ മനസ്സമാധാനം, അതുമാത്രമാണ് ഈ വിവരം ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് സന്തോഷമോ ആശ്വാസമെന്നോ സമാധാനമോ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു നേരിയ മനസ്സമാധാനം, ആൾ മരിച്ചു, അയാളുടെ ഭൗതിക ശരീരം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു, അല്ലെങ്കിൽ ഇവിടെ സംസ്കരിക്കാൻ കഴിയുന്നു എന്നത് മാത്രമായിരിക്കും അവരെ സംബന്ധിച്ചൊരു മനസ്സമാധാനം. അപ്പോൾ അത്രയും നൽകാൻ കഴിയുന്നു എന്നതാണ് ഈ ശിരൂരിലെ ഈ ദൗത്യത്തിൻ്റെ ഈ 72-ാം ദിവസം ആ കുടുംബത്തിലേക്ക് വരുന്ന ഒരു വാർത്ത അല്ലേ? അങ്ങനെയെങ്കിലും നമുക്ക് സമാധാനിക്കാം. അല്ലേ? ഇത് നമ്മൾ ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരുൺ പൂപ്പറമ്പ് റിപ്പോർട്ട് ചെയ്യുന്ന അല്പസമയത്തിനകം ആ മൃതദേഹം ആ കൊണ്ടുവരും എന്നാണ്. ഇപ്പോൾ ഡ്രഡ്ജറിൽ ഈ മനാഫ് അടക്കമുള്ളവരെ ആ ലോറി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരത് പരിശോധിക്കുകയാണ്. പക്ഷേ കളക്ടറോ SP-യോ ഉന്നത ജില്ലാ ഭരണകൂടത്തിലെ ഏതെങ്കിലും പ്രതിനിധികൾ അവിടെ എത്താൻ വേണ്ടിയാണോ ഈ മൃതദേഹം കരയിലേക്ക് എത്തിക്കാൻ വൈകുന്നത് എന്നൊരു സംശയം കൂടിയുണ്ട്. അവരെത്തിയാലുടൻ, അല്ലെങ്കിൽ അവരുടെ ഒരു പെർമിഷൻ കിട്ടിയാലുടൻ അത് അങ്കോളയിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റും. ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ, സാങ്കേതികമായി നിയമപരമായി പൂർത്തിയാക്കേണ്ട ചില നടപടികളുണ്ട്. അതിന് കുറച്ച് സമയമെടുക്കും. ഇനി DNA പരിശോധന എപ്പോഴാണ് ഉണ്ടാവുക, അത് നിർബന്ധമാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന് സാമ്പിളുകൾ അതിനോടകം അവിടെ ഉണ്ട്. നേരത്തെ തന്നെ കുടുംബാംഗങ്ങളുടെ സാമ്പിളുകൾ അവർ ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് അതുമായി മാച്ച് ചെയ്യാൻ സമയമെടുക്കും. അതിൻ്റെ കാലതാമസം അറിയില്ല. അത് ജില്ലാ ഭരണകൂടം തീരുമാനിക്കേണ്ടതാണ്.